ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് വെണ്ടയ്ക്ക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇതേപോലെ നീളത്തിലാക്കിയിട്ട് അതിനെ പകുതിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നീളത്തിൽ മുറിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മൈദപ്പൊടി, മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്താ ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ഇതിൽ മൈദ തന്നെ ഇട്ടിട്ടുള്ളത്. ലേശം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ഉണ്ടാച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെണ്ടയ്ക്ക് ഒരു കൊഴുപ്പുണ്ടാവില്ലേ, ആ കൊഴുപ്പൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. മക്കൾക്കൊക്കെ ചോറ് തിന്നാൻ ഇതേപോലെ വെണ്ട, പൊട്ടാറ്റോ അതൊക്കെ വറുത്ത് തന്നെ മതിയായിരിക്കും. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെളിച്ചെണ്ണയിൽ ഇട്ടുകൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് അടർന്ന് പോരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.